ഹലോ BEGC 109 റൊമാൻറ്റിക് ലിറ്ററേച്ചറിലെ തേർഡ് ബ്ലോക്കിലെ ചാൾസ് ലാമ്പിൻ്റെ ഒരു എസ്സേ ഉണ്ട്, എ ഡെസേർട്ടേഷൻ അപ്പോൺ ദ റോസ്റ്റഡ് പിഗ് എന്ന് പറഞ്ഞിട്ട്. ഡെസേർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ സബ്ജക്റ്റിൽ ഒരു എസ്സേ ആയിട്ട് വരുന്നത് ചാൾസ് ലാമ്പിൻ്റെ ഈ ഒരു ഇത് മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ്. ചാൾസ് ലാമ്പിൻ്റെ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. അതേപോലെ തന്നെ ഫോർത്ത് ബ്ലോക്കായ മേരി ഷെല്ലിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പഠിച്ച് പോയാൽ തന്നെ നമുക്ക് 50 മാർക്കിന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോട്ട് ചെയ്യാം. പിന്നെ മറ്റുള്ള പോയംസൊക്കെ ചിലപ്പോൾ വരാതിരിക്കാം, അത് ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് അത്ര ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് മസ്റ്റാണ്. അപ്പോൾ പിന്നെ ചാൾസ് ലാമ്പിൻ്റെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ 1775 ജനിക്കുകയും 1834 മരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എലിയ എന്ന് പറയുന്ന ELIA എന്ന് പറയുന്ന സ്യൂഡോനെയിം, അതായത് പെൻ നെയിമിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹം ഒരു ഓൾ ടൈം ഹ്യൂമർ എഴുതുന്നൊരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം പ്രശസ്തനായത്. കാരണം അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ അദ്ദേഹം മനുഷ്യൻ്റെ എല്ലാ സ്വഭാവങ്ങളെയും ഹ്യൂമറിക്കായ രീതിയിൽ, മനുഷ്യൻ്റെ ഹിപ്പോക്രസി അതേപോലെയുള്ള സംഭവങ്ങളെയൊക്കെ ഹ്യൂമറസ് ആയ രീതിയിലാണ് അദ്ദേഹം പിന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. പിന്നെ എസ്സേസ് ഓഫ് എലിയ എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ വർക്ക്സൊക്കെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വർക്ക് അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുമായിട്ട് ആൻ മേരിയുമായിട്ട് 1807 പിന്നെ ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു ദ ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ എന്നൊരു വർക്കാണ്. അത് അനിയത്തിയുമായിട്ട് കൂടിയാണ് അവർ എഴുതുന്നത്. അദ്ദേഹം ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എസ്സേസ്റ്റ് ഇൻ ഓൾ ടൈം ആയിട്ടാണ് ചാൾസ് ലാമ്പിനെ നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹം ഒരു ക്ലർക്കിൻ്റെ മകനാണ്. അദ്ദേഹത്തിന് കോളേജുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ലവ്സ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജ് അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതേപോലെ ക്രിസ്ത്യാനിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ എസ്സേസ് ഓഫ് എലിയ എന്ന് പറയുന്ന പിന്നെ അതിലെ ഒരു ഈ ഡെസേർട്ടേഷൻ അപ്പോൺ റോസ്റ്റ് പിഗ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതുന്നത് 1822 അത് ലണ്ടനിലെ ഒരു മാഗസീനിൽ സീരീസ് ആയിട്ടാണ് ഇത് വരുന്നത് ആദ്യമായിട്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇതിൽ ചാൾസ് ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇൻവെർട്ടർ കോമിയിൽ കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അക്കോർഡിംഗ് ടു വില്യം ഹസ്ലിറ്റ് പറഞ്ഞൊരു വാക്കാണ് ദ മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ, ദ മോസ്റ്റ് പ്രൊവോക്കിംഗ്, ദ മോസ്റ്റ് വിറ്റി ആൻഡ് സെൻസിബിൾ ഓഫ് മാൻ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ അപ്പോൾ 1822 ഇത് പുറത്തിറങ്ങിയത്. ഇതൊരു ക്ലാസിക്കാണ്. ഈ എസ്സേ ഓവർ ടൈം ക്ലാസിക്കായിട്ട് ഇന്നും ഉള്ള ഒരു എസ്സേ ആണിത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് ന്യൂ ഇയേഴ്സ് ഈവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ റീഡേഴ്സ് ഇത് ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമറിക് വേയിൽ കാര്യങ്ങൾ എഴുതുന്ന ആളായതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആണ് അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്, റീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ആ എസ്സേ എന്താണെന്ന് നോക്കാം. അത് നമുക്ക് ബുക്കിൽ ഒരുപാടുണ്ട് കേട്ടോ ആ എസ്സേ. അത് അത്ര സിമ്പിൾ ലാംഗ്വേജായിട്ട് എനിക്ക് തോന്നിയില്ല, കുറച്ച് ടഫ് ലാംഗ്വേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്കൊക്കെ വായിച്ച് നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടൽ സമ്മറി എന്ന് പറയുന്നത് ഞാൻ പറയാം. ഇതൊരു ചൈനീസ് മാനുസ്ക്രിപ്റ്ററായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ചൈനയിൽ നടക്കുന്നൊരു സ്റ്റോറി. അതായത് പണ്ട് കാലത്ത് പിഗൊക്കെ, അതായത് പോർക്കൊക്കെ കഴിച്ചിരുന്നത് റോ ആയിട്ടാണ് മീറ്റ് കഴിച്ചിരുന്നത്, പച്ചക്കാണ് കഴിച്ചിരുന്നത്. അത് എങ്ങനെയാണ് പിന്നീട് റോസ്റ്റായിട്ട് കഴിക്കാൻ തുടങ്ങിയത്, അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് പണ്ടത്തെ കാലഘട്ടത്തിൽ പിന്നെ ലേക്ക് നമ്മളെ കൊണ്ടുപോവാണ് അദ്ദേഹം. അതേപോലെ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈനയിലെ ഒരു വീട്, ആ വീട്ടിൽ ഹോത്തി എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിന് ബോബോ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു കേട്ടോ. അതിൽ ബോബോ എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ പിന്നെ ബുക്ക് വായിച്ചിട്ടുണ്ട് എന്ന് എക്സാമിനർക്ക് തോന്നണം. കാരണം BO എന്നിട്ടിട്ട് ജസ്റ്റ് ചെറിയൊരു ഐഫോൺ ഇട്ടിട്ടാണ് ബാക്കിയുള്ള BO എഴുതുന്നത് കേട്ടോ. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പം നമ്മൾ ബുക്ക് കാണാത്തവരാണ് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ബോബോ എന്ന് പറയുന്ന പിന്നെ ആ ഒരു മകന് ഭയങ്കര ഒരു എന്താ പറയുക, എപ്പോഴും നോട്ടി ആയിട്ട് ഉള്ള ഒരാളാണ് മകൻ. എപ്പോൾ നോക്കിയാലും ഇയാൾക്ക് ഹെഡേക്ക് ഉണ്ടായി കൊടുക്കണം മകൻ്റെ ജോലി. അപ്പോൾ ഇയാൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോകുമ്പോൾ ബോബോ വീട്ടിൽ തനിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പോൾ
ഈ പല രീതിയിൽ ഹെഡേക്ക് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഒരു ദിവസം ബോബോ പിന്നെ തീ കൊണ്ട് കളിക്കുന്ന സ്വഭാവം എപ്പോഴും ബോബോക്കുണ്ട്. അപ്പോൾ ബോബോ ഇതിങ്ങനെ കളിക്കുന്ന സമയത്ത് അതിലെ ഒരു ഫയർ പിന്നെ പോയിട്ട്, അപ്പം അന്നൊക്കെ ഈ വൈക്കോല് കൊണ്ടുള്ള വീടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അന്നത്തെ ആ ഒരു ഏരിയയിലെ ആൾക്കാരൊക്കെ പിഗ്സിനെ വളർത്തുമായിരുന്നു. പിഗ്സിനെ അവർ വളർത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അരുമയായിട്ട് വളർത്തുന്ന ഡൊമസ്റ്റിക് അനിമൽസ് ആയിട്ടാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല, ഡൊമസ്റ്റിക് അനിമൽസ് എന്ന രീതിയിലാണ് അത് അവിടെ അവർ പിന്നെ പിഗിനെ വളർത്തുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവൻ ഈ കളിക്കുന്ന സമയത്ത് അറിയാതെ ഒരു സ്പാർക്ക് പിന്നെ വൈക്കോലിൽ കയറുകയും അങ്ങനെ മൊത്തം കത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കത്തുമ്പോൾ ഈ പിഗ്സ് അതിൻ്റെ ഉള്ളിൽ കിടന്ന് പിന്നെ വെന്ത് മരിക്കും. അപ്പോൾ ഇത് കത്തിക്കഴിഞ്ഞപ്പം ഉണ്ടായ ആ ഒരുപാട് വിവരിച്ചിട്ടുണ്ട് കേട്ടോ ബുക്കിൽ. അവനെ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളും അതേപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നെ ഇത് കത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഫാദർ വരുമ്പോഴേക്കും നല്ല അവനെ ഉപദ്രവിക്കുന്ന അവൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അവൻ്റെ ചെവിയൊക്കെ പോകും തിരിച്ചിട്ട് എന്നൊക്കെ അവൻ നന്നായിട്ട് അറിയാം. അപ്പോൾ അവനതൊക്കെ പേടിച്ചിട്ട് എന്ത് ചെയ്യും എന്നറിയാതെ അവനാകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവന് പിന്നെ പക്ഷേ അപ്പോഴാണ് ഇവന് വല്ലാത്തൊരു സ്മെല്ല് വരുന്നത്. അതായത് ഈ പിഗ് റോസ്റ്റായി അതൊക്കെ കത്തി ഇതായല്ലോ, അപ്പോൾ ഭയങ്കര നല്ലൊരു സ്മെല്ല് അവന് തോന്നുകയാണ്. അപ്പോൾ അവന് മെല്ലെ ഇതിപ്പോൾ എന്താണ് ഈ പിഗ്ഗാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ചെറിയ പിന്നെ ഇതിങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ സമയത്ത് ഭയങ്കര ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യണം ഇവൻ കേട്ടോ. അപ്പം അവനത് ടേസ്റ്റ് ഫീൽ ചെയ്യണ സമയത്ത് പിന്നീട് അവൻ അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് കഴിക്കുകയാണ്. പിന്നെ അവന് ഹി ക്യാൻ സ്റ്റോപ്പ് ഈറ്റിങ്, അവൻ പിന്നെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രയും ടേസ്റ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തന്നെ അതേ അതിൽ ഹ്യൂമറസ് ആയിട്ട് പറയുന്നുണ്ട്, കിങ് ഓഫ് ദ മീറ്റ് എന്ന് പറയുന്നത് പോർക്കാണ്, പിഗ്ഗാണ് എന്ന് അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. വളരെ ഒരു എക്സാഗ്രേറ്റഡ് രീതിയിലാണ് അദ്ദേഹം എല്ലാം വിവരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെയാണ് ഇയാൾ വരുന്നത്. ഇയാൾ വന്നപ്പോഴാണ് മകൻ കാണിച്ചു കൂട്ടിലെ പരാക്രമങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ പിന്നെ ഇയാൾക്ക് ഭയങ്കര വിഷമം വരും. കാരണം അവർ അത്രയും ഡൊമസ്റ്റിക്കായിട്ട് പിന്നെ അരുമയായി വളർത്തുന്ന മൃഗങ്ങളാണ്. പോരാത്തതിന് ആകെ കത്തിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് മകൻ. അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കും. പക്ഷെ മകൻ നിർബന്ധിച്ച് ഈ ഹോത്തിയെ കൊണ്ടൊരു കഷ്ണം പിഗ് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിച്ചതോടുകൂടി അയാൾക്ക് മനസ്സിലാവുകയാണ് ഇവൻ വെറുതെ അല്ല ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവണം. അത്രയും ടേസ്റ്റായിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അതിന് ശേഷം ഇതൊരു സ്ഥിരം പരിപാടിയായി എന്നാണ്. ബാക്കിയുള്ള പിഗ്സിനൊക്കെ ഇവരിങ്ങനെ എന്താണ് അതായത് പിന്നെ കത്താൻ തുടങ്ങി, വീട് വീണ്ടും എന്നും കത്താൻ തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഒരു ഹ്യൂമറിക് ലെവലിൽ പറയണം. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ആവർത്തിച്ചപ്പോൾ അവിടെ നാട്ടിൽ വില്ലേജിൽ എല്ലാവർക്കും മനസ്സിലായി എന്തോ സംതിങ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവരെപ്പോഴും ഈ വീട് തന്നെ കത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം മനസ്സിലാവാത്തതുകൊണ്ട് ഇവർ കേസ് കൊടുത്തു ഇവർക്കെതിരെ, ഈ വീട്ടുകാർക്കെതിരെ. നാട്ടുകാരൊക്കെ കേസ് കൊടുത്തു. അങ്ങനെ ഈ സംഭവം കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജഡ്ജി ഭയങ്കരമായിട്ട് പിന്നെ എന്താപ്പോൾ ഈ പിഗ്സിനെയൊക്കെ നിങ്ങൾ കൊന്ന് കഴിക്കുകയാണോ എന്നൊക്കെ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ ഈ ജഡ്ജിയുടെ മുന്നിൽ ഒരു പ്ലേറ്റിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പിഗ് വെച്ച് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സ്മെല്ല് കാരണം ജഡ്ജി അതിൽ നിന്നൊരു പീസ് ഓഫ് മീറ്റ് കഴിക്കുകയാണ്, ആ ഒരു പോർക്ക് കഴിക്കുകയാണ്. ദെൻ ആ ഒരു എന്താ പറയുക സിറ്റുവേഷനിൽ എന്ത് ഒരു തീരുമാനമാണ് എടുക്കേണ്ടത് ജഡ്ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം ജഡ്ജി പോലും ആ ഒരു ടേസ്റ്റിൽ വീണ് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് എല്ലാവരുടെ വീട്ടിലും ജഡ്ജിയുടെ വീട്ടിലും അതേപോലെ ഇത് എല്ലായിടത്തും ഫ്ലാഷ് ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഈ പിഗ് എല്ലാവരുടെ വീടും കത്താൻ തുടങ്ങി എന്നാണ് അദ്ദേഹം ഹ്യൂമറസായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാവരും പിഗ് ചുട്ട് കഴിക്കാൻ തുടങ്ങി. ഒരുപാട് പിന്നെ പിഗിൻ്റെ സ്റ്റോളുകൾ വന്നു. പിഗ് വലിയൊരു സംഭവമായിട്ട് തന്നെ പിന്നെ പുറലോകത്ത് അറിയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് അദ്ദേഹത്തിനൊരു ഹിപ്പോക്രസിയാണ്. അതായത് ഒരു ജഡ്ജി, ആ ജഡ്ജിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടപ്പോൾ സത്യത്തിൽ ഒരു ജഡ്ജി അങ്ങനെ തീരുമാനമല്ലല്ലോ എടുക്കേണ്ടത്, അതുപോലും മറന്നു. ആ ഒരു പിഗിൻ്റെ ടേസ്റ്റിൻ്റെ മുന്നിൽ ജഡ്ജി പോലും പിന്നെ മറ്റൊരു സ്വഭാവത്തിലേക്ക് മാറി എന്ന രീതിയിലൊക്കെ അദ്ദേഹം
പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്ന് പറയുന്നതിന് അദ്ദേഹം ഹ്യൂമറസായ രീതിയിൽ അവിടെ പിന്നെ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം ആ ഒരു ഹിപ്പോക്രസിയെ എന്താണ് കോൺട്രാസ്റ്റ് ചെയ്ത് പറയാണ് കേട്ടോ. പിന്നെ സംഭവം ഇത്രേ ഉള്ളൂ, സ്റ്റോറി വരുന്നത് ഇത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയാണ് നമ്മൾ അതിൽ എഴുതി ഫലിപ്പിക്കേണ്ടത്. അപ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹം ഹ്യൂമർ, പത്തോസ് ആൻഡ് ഫാൻറ്റസി ആസ് വെപ്പൺ ടു എക്സ്പ്ലോർ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നുള്ളതാണ്. പിന്നെ ഹ്യൂമൻ ലൈഫിൻ്റെ കോംപ്ലക്സിറ്റീസിനെ ഇങ്ങനെ ഹ്യൂമറിൻ്റെ ആ ഒരു ഫ്ലേവറിൽ അദ്ദേഹം എപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, ചാൾസ് ലാംബിനെ കുറിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് ചാൾസ് ലാംബ്. അപ്പോൾ ഏകദേശം റൊമാൻറ്റിക് ലിറ്ററേച്ചർ എല്ലാതും ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുവിധം എല്ലാതും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ മറ്റുള്ള പോപ്പുലർ ലിറ്ററേച്ചറൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.